നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ മലയാളികൾ എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് വേൾഡിലായാലും അത് ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും ഒക്കെ ആ ടോപ്പ് പൊസിഷനിലെത്തുമ്പോഴത്തേക്ക് ദേ ആർ ഒരു ഹെസിറ്റൻ്റ് അവിടെ വരുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് ഉണ്ടാകും. ഞാൻ വടക്കേ ഇന്ത്യയിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ എന്താ പറയുന്നത് ഇൻട്രോവേർട്സും റിസർവ്ഡുമാണ്. ഒരു പെർഫെക്ഷൻ എപ്പോഴും നമ്മൾ നോക്കും. അതായത് ഒരു പ്രശ്നം അവതരിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് മുഴുവൻ പഠിച്ച് എങ്ങും തെറ്റരുത്, ഒരബദ്ധങ്ങളും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. വി വിൽ നോട്ട് ബി ഏബിൾ ടു പ്രസൻറ്റ് ഇഷ്യൂ അറ്റ് ഓൾ. നമുക്കതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ ഒരു ഇഷ്യൂ വിശകലനം ചെയ്ത് പഠിച്ച് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ മോശമാണ്. ഒന്നാമത് നമുക്ക് ഇംഗ്ലീഷൊക്കെ എഴുതാനറിയാം, നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മൾ ലിറ്ററേറ്റ് ആണ് എന്നൊക്കെ പറയുമ്പോഴും ദ വേ വി സ്പീക്ക് ഇംഗ്ലീഷ് ആ ലാംഗ്വേജിന് ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മളുടെ ആക്സെൻറ്റും ഇൻറ്റനേഷനും ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻഹിബിഷൻ ഓഫ് മദർ ടങ്. അങ്ങനെ ഉള്ള ഒരു ഇംഗ്ലീഷാണ് നമ്മൾ 90% അല്ലാത്തവരുണ്ട്. അത് എന്തെങ്കിലും വരെ വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലോ ജനിച്ച് പഠിച്ച് വളർന്നവരായിരിക്കും. ഈ ഒരു പ്രശ്നം, ഈ രണ്ട് പ്രശ്നങ്ങളും നമ്മളുടെ ഒരു കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ അതിൻ്റെ ടു കം ടു ദ ടോപ്പ് പൊസിഷൻ, ഒരു ക്രിട്ടിക്കൽ ഒരു ബോർഡ് ലെവൽ പൊസിഷനിലേക്കൊക്കെ വരുന്നതിന് നമുക്ക് വളരെ വിഘാതമാകും. പ്രൈവറ്റ് കോൺവെർസേഷനിലൊക്കെ നമ്മൾ വളരെ സ്മാർട്ടാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മീറ്റിംഗ്, ഒരു പബ്ലിക് ഗ്യാതറിങ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻസ് വിത്ത് യുവർ ബോസസ്, അന്നേരമൊക്കെ വി ഹാവ് എ പ്രോബ്ലം. നമ്മൾ വളരെ ഇൻട്രോവേർട്സാണ്. ഞാൻ പല ഈ സ്റ്റേറ്റിലെ ഓഫീസേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഐ ഹാവ് റെപ്രസെൻറ്റഡ് ദ സെൻട്രൽ ഗവൺമെൻറ് പാർട്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വന്നവരും മിക്കവാറും ഒക്കെ വളരെ വോക്കലായിട്ടും ആർട്ടിക്കുലേറ്റ് ആയിട്ടും സംസാരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവർ എപ്പോഴും ഒരു നത്തിങ് ടു സേ. കേരള എന്ന് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും പലരും പറയാൻ മടിക്കും മറയ്ക്കും. കാരണം ദേ ആർ അഫ്രെയ്ഡ് ഓഫ് കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ഓർ സ്റ്റേജ് ഫ്രൈറ്റ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. ദിസ് ഇസ് യൂഷ്വൽ ഫിനോമിനൻ. മൂന്നാമത്തേത് ഏറ്റവും വലിയത് നമ്മൾ വൈ വി ഡോണ്ട് റീച്ച് ടു ദ ടോപ്പ് ഈസ് നമുക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് സുഹൃത്ത് വലയമൊക്കെ ഉണ്ടാകും, കമ്പനി ഉണ്ടാകും, പക്ഷേ നെറ്റ്വർക്കിംഗ് ഇൻ എ കോർപ്പറേറ്റ് വേൾഡ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഇൻ എൻ ഒഫീഷ്യൽഡം ഈ സംതിങ് ഡിഫറെൻറ്റ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മണിയടി എന്ന് പറയും. പക്ഷേ മണിയടിക്ക് നമ്മളൊരു നെഗറ്റീവായിട്ട് കാണുന്നതിന് പകരം you should be noticed by the right people, the influential people, the people who are making decisions in an organization. അവരുടെ ശ്രദ്ധയിൽ നമ്മളുണ്ടാവണം. അതിന് ഇറ്റ്സ് എൻ ആർട്ട് ബൈ ഇറ്റ് സെൽഫ്. അത് നമ്മളുടെ മലയാളികൾക്ക് പൊതുവേ കുറവാണ്. അതെല്ലാം ഐ തിങ്ക് ദ വേ യു ആർ ബ്രോട്ട് അപ്പ്, ദ വേ ദീസ് നെഗറ്റീവ്സ് ആർ ബിൽറ്റ് ഇൻ ടു യു, യു ആർ നമ്മളെ ഇങ്ങനെ ബുൾഡോസ് ചെയ്തിട്ടുണ്ട്. അതായത് മണിയടി ഇരിക്കുന്നത് എന്തോ ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറയുന്നത് ബാക്കിയുള്ളവർ കളിയാക്കുന്നു. ദീസ് ആർ ഓൾ ഇഷ്യൂസ്. ഓഫ് കോഴ്സ് തിങ്സ് മൈറ്റ് ഹാവ് ചേഞ്ച് നൗ. ഞാൻ എൻ്റെ ഒരു ജനറേഷനിലെ അനുഭവം വെച്ച് പറയുന്നതാണ്. സോ മലയാളികൾ പൊതുവേ ഇങ്ങനെ ഒരു ഡിഫിഡൻ്റാണ്. ദേ ആർ ഇൻട്രോവേർട്സ്, ദേ ലാക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ദ ലാംഗ്വേജ് ഇസ് പുവർ, ആൻഡ് അൾട്ടിമേറ്റ്ലി ദേ ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഗുഡ് നെറ്റ്വർക്കിംഗ് ദാറ്റ് മാറ്റേഴ്സ്. Thank you.